NSS അംഗങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യുന്നവർ സുകുമാരൻ നായർ വിരുദ്ധരാണ്. ആണ്. അത് തന്നെയാണല്ലോ ഷാബു മറുപടി. കാരണം സുകുമാരൻ നായർ ഒരു BJP വിരുദ്ധനാണ്. അതെ, ശരി ഷാബു. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിനോട് ഒരു കാര്യമുണ്ട്. ഈ നമ്മൾ നായന്മാരുടെ സംഘടനയല്ലേ, എന്റെ അല്ല കേട്ടല്ലോ. എന്റെ വീട്ടിൽ നായന്മാരുണ്ട് കേട്ടോ, എന്റെ കുടുംബത്തിൽ നായന്മാരുണ്ട്, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. അല്ല ആയിക്കോട്ടെ, എന്തായാലും ഈ നാട്ടിലെ മുഴുവനും നായന്മാരുടെയും ഹിന്ദുക്കളുടെയും ഒന്നും അട്ടിപ്പേറാവകാശമൊന്നും NSSനും സുകുമാരൻ നായർക്കും ഇല്ല. അതുകൊണ്ട് അത് പറഞ്ഞതിനോട് എനിക്ക് വളരെ ശക്തമായ എതിർപ്പുണ്ട്. ആ നമ്മൾ എന്നുള്ള കൂട്ടത്തിൽ ഞാനില്ല കേട്ടോ. അത് പിന്നെ എനിക്ക് എന്റെ നാട് മുതൽ എൻ്റെ നാട് പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം പഞ്ചായത്ത് പുല്ലാട്ട്. ഞങ്ങൾ ക്രിസ്ത്യാനികളും നായന്മാരും വളരെ സൗഹാർദ്ദത്തിലാണ് കഴിഞ്ഞു വന്നിട്ടുള്ളത്. പെരുന്നയോട് കുറച്ചുകൂടി അടുത്താണ്, പെരുന്നേക്കാൾ പെരുന്നയോട് കൂടുതൽ അടുത്താണ്. അതെ അതെ, ഞാനും നാരായണപ്പണിക്കര് സാറേ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്കും സമൂഹങ്ങൾക്കും തമ്മിൽ നല്ല ബന്ധവും സൗഹൃദവും ഒക്കെ ഉണ്ട്. അത് തിരുവല്ല പുല്ലാട്ട് മാത്രമല്ല സാറേ, അതിന് പുറത്തും ഒരു ലോകമുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് നായർ ക്രിസ്ത്യൻ ഐക്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഐക്യം തന്നെയാ, പണ്ട് മുതലുള്ള ഐക്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ നായന്മാരെന്ന് പറഞ്ഞത്. അല്ല ഷാഹു പ്രസാദ്, മറ്റൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ച കാര്യമുണ്ടല്ലോ. അല്ലല്ലോ, ഈ NSS അംഗങ്ങളിൽ നിന്ന് BJPക്ക് വോട്ട് ചെയ്യുന്നവർ സുകുമാരൻ നായർ വിരുദ്ധർ കൂടിയാണ്. കാരണം സുകുമാരൻ നായർ ഒരു BJP വിരുദ്ധനാണ്. അതേ പറഞ്ഞു. ഇനിയിപ്പം ഒരു കാര്യം കൂടെ മഞ്ജുഷേ, ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു NSSന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് എന്ന്. എന്നാൽ NSSന്റെ വേറെ ചില പാരമ്പര്യം ഞാൻ പറയട്ടെ. മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയ കാലത്ത് എന്റെ ഒരു പഠന വിഷയമാണ് മന്നത്ത് പത്മനാഭൻ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇവിടെ NSSന്റെ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ സ്വയംസ RSS എപ്പോൾ ചോദിച്ചാലും കൊടുക്കണം എന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ മന്നത്ത് പത്മനാഭൻ. അതേപോലെ തന്നെ ഈ മുലപ്പാലിൽ ഉപ്പ് നോക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞയാളാണ് മന്നത്ത് പത്മനാഭൻ. ഈ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെയിടാൻ വേണ്ടി വലിയ പ്രക്ഷോഭം നടത്തിയ ആളാണ് മന്നത്ത് പത്മനാഭൻ. അതാണ് NSSന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കഴിഞ്ഞ 10-40 കൊല്ലത്തെ സ്വാർത്ഥ നേതൃത്വം ഉണ്ടാക്കിയതല്ല. ഞാനൊരു പരിപാടി പറയട്ടെ. എന്റെ ചങ്ങനാശ്ശേരി NSS കോളേജ് ഹിന്ദു കോളേജ് എന്നാണ് പേരിട്ടത്. ആ കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ വീര സവർക്കറെ കൊണ്ടുവന്ന പാരമ്പര്യമാണ് NSSന്റേത്. പിന്നീട് ഇവിടെ ക്ഷേത്ര സംരക്ഷണ സംഘപരിവാറിന്റെ ഭാഗമായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആദ്യ സ്ഥാപകരിൽ ഒരാളായ കേരള ഗാന്ധി കേളപ്പൻ ആ NSSന്റെ പ്രസിഡന്റ് ആയിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സംസ്ഥാന സംഘചാലകനായിരുന്ന പ്രാന്ത സംഘചാലകനായിരുന്ന നാരായണ മേനോൻ NSSന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ സുകുമാരൻ നായർ അങ്ങനെയല്ല. സുകുമാരൻ നായർ BJP സംഘപരിവാർ പാളയത്തിൽ NSSനെ കെട്ടില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്ന ആളാണ്. നാരായണപ്പണിക്കരും അങ്ങനെയായിരുന്നു. നാരായണ പണിക്കർ പറഞ്ഞിട്ടുണ്ട്, ഞാനും വടി പിടിച്ചോണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RSSകാർക്ക് ജാതിയില്ല, പക്ഷെ ഞാൻ നായരാ, എനിക്ക് നായരാ വലുത്, ഇതുകൊണ്ടാണ് ഞാൻ RSS വിട്ടു പോകുന്നതെന്ന് പച്ചയ്ക്ക് ഈ സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ തനിക്കുണം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നായര് കഴിഞ്ഞിട്ടേ ഉള്ളൂ, നായര് മാത്രമല്ല. അങ്ങേര് നായർ സമുദായത്തിന്റെ സംഘടനയുടെ നേതാവാണ്. ആ നിലയ്ക്ക് അദ്ദേഹം 100% നായരായിട്ട് നായർ സമുദായക്കാരനെ ഡിർനയിലേ പറ്റുള്ളൂ എന്നാണ് എന്റെ പഠനം. ഷാബുവിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഈ നിലപാടെടുത്തുകൊണ്ടാണ്. BJP സംഘപരിവാർ പാളയത്തിൽ NSSനെ കെട്ടില്ല എന്ന് അദ്ദേഹം ഉറച്ച നിലപാടെടുത്തത് കൊണ്ടാണ്. എന്നാലേ സ്വന്തം പേരിൽ നിന്ന് ജാതിപാൽ എടുത്ത് കളഞ്ഞ മന്നത്ത് പത്മനാഭന്റെ പാരമ്പര്യമോ അതെ ഈ നായർ അതായത് അധകൃത സമൂഹങ്ങൾക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങി സവർണജാഥ നടത്തിയ മന്നത്ത് പത്മനാഭന്റെ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ NSSനുള്ള, അല്ലാതെ ഈ സുകുമാരൻ നായരുടെ അല്ല. ഈ ജാതിഭ്രാന്തം പിടിച്ച് മാടം പിത്തരം കളിച്ച് നടക്കുന്ന ഈ പാഴുകളുടെ മരപ്പാഴ് നേതൃത്വത്തിന്റെ അല്ല. അതല്ല NSSന്റെ പാരമ്പര്യം. അല്ല, മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയാൻ എനിക്ക് ഒത്തിരിയും കാര്യങ്ങളുണ്ട്. നമ്മുടെ ചർച്ചാ വിഷയം മന്നമായി പോവും. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ക്രിസ്ത്യൻ കോൺഗ്രസ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഷാബു പ്രസാദ് സാറേ, ഒരു ഒറ്റ വരി പറയട്ടെ. ഒരു വരി
പഠിക്കുമ്പം ഒറ്റ ഈ വാചകം. കാര്യങ്ങളും കൂടി ഉണ്ട്. അന്നത്തെ പത്മനാഭൻ ആരായിരുന്നു എന്നുള്ള കാര്യത്തിൽ. അല്ലല്ല, എൻ്റെ ഇഷ്ടംപോലെ കെട്ടുകണക്കിന് പുസ്തകം ഇരിപ്പുണ്ട്. അതിൽ ഒരു നല്ല വിഭാഗം പുസ്തകങ്ങളും ഞാൻ പറയട്ടെ, ഇത് മന്നത്തിനെയും ജി സുകുമാരൻ തമ്മിൽ സുകുമാരൻ നായരെയും തമ്മിൽ താരതമ്യം ചെയ്യല്ല. ഇവിടെ അങ്ങനെ താരതമ്യം പഠനത്തിന് സമയവുമില്ല. മന്നത്തെ കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും എൻ്റെ ഇരിപ്പുണ്ട്. എല്ലാ പുസ്തകങ്ങളും എൻ്റെ ഇരിപ്പുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട നാരായണ പണിക്കർ, ഞാനിന്ന് കോട്ടയത്ത് മാതൃഭൂമി ലേഖനായിരുന്നു, അദ്ദേഹവും ഞാനോട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. അദ്ദേഹം എനിക്ക് തന്ന പുസ്തകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, കോൺഗ്രസിനെ ക്രിസ്ത്യൻ കോൺഗ്രസ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച, ഒരു ഘട്ടത്തിൽ അധിക്ഷേപിച്ച ആളാണ് മന്നത്ത് പത്മനാഭൻ. അതേ മന്നത്ത് പത്മനാഭൻ കോൺഗ്രസിനോട് ചേർന്ന് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത ഇടതുമുന്നണി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടാൻ വേണ്ടി വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹം വന്ന ശേഷമാണ് വിമോചന സമരത്തിന് ആക്കം കൂടിയത് എന്നും കൂടി ഓർക്കണം. അദ്ദേഹം അങ്ങനെ പല നിലപാടുകൾ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നു, രാഷ്ട്രീയമായിട്ട് ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നായർ സമുദായത്തെ വിട്ട് ഒരു കളിക്കും കൂട്ടാക്കിയില്ല. അദ്ദേഹം ഒരു മഹാനായ നേതാവാണ്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ സമുദായ ആചാര്യൻ തന്നെയാണ് മന്നത്ത് പത്മനാഭൻ. ഞാൻ അദ്ദേഹത്തിനെ എപ്പോഴും സിന്ദാബാദ് വിളിക്കാൻ മന്നത്ത് പത്മനാഭനെ കിടക്കുന്നു ഈ മരപ്പാഴുകൾ അവിടെ കിടക്കുന്നു. അതുകൊണ്ട് രണ്ടും കൂടെ കമ്പയർ അത് അങ്ങയുടെ വ്യക്തിപരമായ അങ്ങേര് തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. സുകുമാരൻ നായർ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ നേതാവാണ്. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ അധിക്ഷേപിച്ച് പറയുന്നത് അത് അങ്ങേക്ക് അത് വ്യക്തിധിക്ഷേപം പറയരുത്. അങ്ങത് പറയുന്നത് ശരിയല്ല. അങ്ങനെ അദ്ദേഹത്തെ നായർ സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം സുകുമാരൻ നായർക്കോ NSSനോ ഇല്ല. അത് പറഞ്ഞു. ഇത് നേരത്തെ അല്ല, പലപ്പോഴും ഈ എനിക്ക് തോന്നുന്നു CPM ഈ നിലപാട് എടുത്തിട്ടുള്ളതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഈ സമദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ സൂചനകൾ നൽകുന്ന സമയത്തും നേരത്തെ കോൺഗ്രസിനൊപ്പം നിന്ന സമയത്തും ഇല്ല, അട്ടിപ്പേർ അവകാശം, നായർ സമുദായ അംഗങ്ങളുടെ അട്ടിപ്പേർ അവകാശം NSSന് ഇല്ല എന്ന നിലപാട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഷാബുവും അതേ നിലപാട് പറയുകയാണ്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ ഇത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൂടിയാണ് ഇവിടെ പ്രതിഫലിച്ചിരിക്കുന്നത്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് പ്രതിഫലിച്ചിരിക്കുന്നത്. അതിൽ വിജയം കണ്ടിട്ടുണ്ട് LDF. പക്ഷേ ഒരു തീക്കളിയായി പോകുവാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. പക്ഷേ ഈ തുടർ ഭരണം കിട്ടണമെങ്കിൽ ഇത് കൂടിയേ തീരൂ എന്നുള്ള വിശ്വാസമാണല്ലോ ഇങ്ങനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഈ തീക്കളിക്ക്. ഞാൻ മന്ന പറഞ്ഞൊരു കാര്യം ഒരു ഓർമ്മയെന്ന് പറയാൻ ശരിയല്ലെങ്കിൽ ക്ഷമിക്കണം. നശിച്ച നായരും മുടിഞ്ഞ മുസ്ലിമും തകർന്ന നസ്രാണിയും കമ്മ്യൂണിസ്റ്റ് ആകുമെന്നും മന്നത്ത് പത്മനാഭൻ മഹത്തായ മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു ഞാനിപ്പോ അത് ഓർപ്പിച്ചതല്ലേ ഉള്ളൂ. അപ്പം ഇത് നമ്മളെല്ലാരും ബഹുമാനിക്കുന്ന മന്നത്ത് പത്മനാഭൻ പറഞ്ഞാണ്. മനുഷ്യൻ അധപ്പതിച്ചാൽ പിശാചാകും, അത് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആകും, ഇതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അത് ജീർണിക്കണം. അപ്പൊ ഞാനത് പറഞ്ഞോട്ടെ. അപ്പം ഒരു കാര്യം ഷാവപ്രസാദ് പറഞ്ഞതിനകത്ത് ഉറപ്പുണ്ട്. കാരണം NSSന്റെ ജനറൽ സെക്രട്ടറിയോ SNDPയുടെ ജനറൽ സെക്രട്ടറിയോ പറഞ്ഞെന്ന് വിചാരിച്ച് നായർ സമുദായവും ഈഴവ സമുദായവും വോട്ട് ചെയ്യാറില്ല. ഭൂരിപക്ഷം വരുന്നവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. പിന്നെ ചില രാഷ്ട്രീയ തരംഗങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ശബരിമല സംഭവം ഉണ്ടായപ്പോൾ അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ശക്തമായ പ്രതിസന്ധി നേരിട്ടു. അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. അത് നമുക്കറിയാം. 91